TGS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ വാർത്തകളും കേരളത്തിലെ ചൂടേറിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിൽ ജെ തരകൻ. KSRTCയിലെ ആ വിപ്ലവ തീരുമാനം മുതൽ അമേരിക്കയിലെ പന്തുരുളുന്ന ലോകകപ്പ് ആവേശം വരെ, ഒപ്പം നിങ്ങളുടെ പോക്കറ്റ് ചോർത്തുന്ന സ്വർണ്ണവിലയുടെ ഇന്നത്തെ അവസ്ഥയും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കിതാ ഒരു കിടിലൻ സന്തോഷ വാർത്ത. വണ്ടിക്കാശില്ലെന്ന് കരുതി ഇനി ആരും വീട്ടിലിരിക്കേണ്ട. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഇനി പൂർണ്ണമായി സൗജന്യ യാത്ര. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വമ്പൻ പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രായഭേദമന്യേ സാമ്പത്തിക വ്യത്യാസമില്ലാതെ ആർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. UDF സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഏകദേശം 750 മുതൽ 800 കോടി രൂപ വരെയാണ് ഇതിലൂടെ സർക്കാരിന് പ്രതിവർഷം ചെലവ് വരുന്നത്. KSRTCയുടെ ആകെ 4500 ബസ്സുകളിൽ 3411 ഓർഡിനറി ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ റൂട്ടുകളിൽ ഇനി സ്ത്രീകളുടെ പടയോട്ടമായിരിക്കും. എന്നാൽ സ്വകാര്യ ബസ് ഉടമകൾ ഇതിനെതിരെ അടിയന്തര യോഗം വിളിച്ച് പ്രതിഷേധിക്കുവാൻ ഒരുങ്ങുകയാണ്. ബസ് വ്യവസായം തകരുമെന്നാണ് അവരുടെ ഭയം. എന്തായാലും ലേഡീസിന് ഇനി വഴി നീളെ നാട് കാണാം, പോക്കറ്റ് കാലിയാക്കാതെ തന്നെ. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം. ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ കടുക്കുകയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടുമുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം. പെട്ടെന്ന് കടൽ വലിയ തിരമാലകളോടെ കരയിലേക്ക് കയറി വരുന്ന അവസ്ഥയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസിയായ ഇൻകോയ്സ് ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 0.8 മുതൽ 1.4 മീറ്റർ വരെ ഉയരമുള്ള ശക്തമായ തിരമാലകൾ അടിച്ചു വീശാൻ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കുക. ഇനി കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റുന്ന മലയാളികൾ കാത്തിരുന്ന ആ മഹാമേളയിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് 32 ടീമുകളിൽ നിന്ന് ലോകകപ്പ് 48 ടീമുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. 12 ഗ്രൂപ്പുകളിലായി ആകെ 104 മത്സരങ്ങളാണ് ഇത്തവണയുള്ളത്. അതായത് ഫുട്ബോൾ ലഹരി ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കും. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലുമെല്ലാം കടുത്ത ഗ്രൂപ്പുകളിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇത്തവണ കപ്പ് ആര് കൊണ്ടുപോകും? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. സ്വർണ്ണക്കടകളിൽ ആളില്ല. ഇന്നത്തെ സ്വർണ്ണവില വീണ്ടും താഴോട്ട് തന്നെ. കല്യാണം നിശ്ചയിച്ചവരും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാധാരണക്കാരന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ ആശ്വാസം. ഇന്നത്തെ വില ഗ്രാമിന് 1 ഗ്രാം 22 ക്യാരറ്റ് 916 13,350 രൂപ. 24 ക്യാരറ്റ് പ്യുവർ 14,564. ഇന്നലെ ഗ്രാം 1-ന് 13,645 ആയിരുന്ന 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് ഏകദേശം 295 രൂപയോളമാണ് കുറഞ്ഞിരിക്കുന്നത്. പവൻ വിലയിൽ വലിയൊരു മാറ്റമാണിത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ഇനിയും കുറയുമോ അതോ റോക്കറ്റ് പോലെ കയറുമോ എന്ന് കണ്ടറിയാം. എന്തായാലും വാങ്ങാൻ പ്ലാനുള്ളവർക്ക് ഇതൊരു നല്ല അവസരമാണ്. ഈ വാർത്തകൾക്ക് ഒടുവിൽ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കുന്ന, എന്നാൽ അല്പം ചിരിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ പരമാർത്ഥം പങ്കുവയ്ക്കാം. പണ്ടൊക്കെ മനുഷ്യൻ ദൈവത്തെ ഓർക്കാനും പ്രാർത്ഥിക്കാനുമായിരുന്നു വിരലുകൾ കൊണ്ട് ജപമാല എണ്ണിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ കണ്ണു തുറക്കുന്നു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മനുഷ്യന്റെ വിരലുകൾ ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്: മൊബൈൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്യുക. ലോകം മുഴുവൻ നമ്മുടെ വിരൽ തുമ്പിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ആ ചെറിയ സ്ക്രീനിന്റെ ഉള്ളിൽ തടവിലാക്കപ്പെടുകയല്ലേ? ഈ സ്ക്രോളിംഗ് ജീവിതത്തിനിടയിൽ ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തെയും മനുഷ്യരെയും കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ചും സ്വർണ്ണവിലയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാർത്തകൾ തത്സമയം അറിയുവാൻ TGS മീഡിയ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.